തമിഴ്നാട് സർക്കാരും തമിഴ്നാട് ഗവർണറും തമ്മിലുള്ള നിയമ പോരാട്ടത്തിൽ സുപ്രീം കോടതി തമിഴ്നാട് ഗവർണർക്കെതിരെ സർക്കാർ പാസാക്കിയ ബില്ലുകൾ അന്യായമായി തടഞ്ഞു വെക്കരുതെന്നും അത് നിശ്ചിത സമയപരിധിക്കകം പാസാക്കണം എന്നതടക്കമുള്ള വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. അതിൽ രാഷ്ട്രപതിക്കടക്കം സുപ്രീം കോടതി 3 മാസ സമയപരിധി വെക്കുന്ന വിഷയങ്ങളാണ് അതിൻ്റെ ഡീറ്റെയിൽസിലുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്, ഇന്ന് രാവിലെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ഒരു അഭിമുഖം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഈ വിധിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതി പരിധി വിട്ടു എന്ന രൂപത്തിലാണ്. ഒരു ഗവർണർക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് സമയപരിധി വെക്കാൻ സുപ്രീം കോടതിക്ക് എന്താണ് അവകാശം എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങളും നമ്മൾ സംസാരിക്കുകയാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. തമിഴ്നാട് ഗവർണറെ പരാമർശിച്ചുകൊണ്ടുള്ള വിധിയിൽ അതിൻ്റെ ഡീറ്റെയിൽസിൽ രാഷ്ട്രപതിയും 3 മാസത്തിനകം ബില്ലുകൾ തിരിച്ചയക്കുകയോ പാസാക്കി വിടുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് കാരണം ബോധിപ്പിക്കുകയോ ചെയ്യണം എന്ന രൂപത്തിൽ രാഷ്ട്രപതിയോടും നിർദ്ദേശം നൽകുകയാണ് സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വാലിഡിറ്റി എത്രത്തോളമായിരിക്കും? അന്ന് നമ്മളിത് ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ സാലിം ഇത് തുടങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്, ഡിസ്കഷൻ തുടങ്ങിയത് ഓർമ്മയുണ്ട്. സാലിം പറഞ്ഞു ഇതൊരു ചരിത്രപ്രധാനമായ വിധിയാണ് എന്ന് പറഞ്ഞു. ഞാൻ അതിനോട് റിയാക്ട് ചെയ്തത് അത്രത്തോളം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള മട്ടിലാണ്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രപതിയുടെ കാര്യത്തിൽ കൂടെ ചില നിബന്ധനകൾ സുപ്രീം കോടതി വെച്ചു എന്ന് പറയുമ്പോൾ, അതായത് ഗവർണർ രാഷ്ട്രപതിക്ക് ഈ ബില്ല് റെഫർ ചെയ്യുകയാണെങ്കിൽ 3 മാസത്തിനകം രാഷ്ട്രപതി അതിന് അംഗീകാരം കൊടുക്കണം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അംഗീകാരം കൊടുക്കാനുള്ള സമയപരിധി എന്നുള്ളത് 3 മാസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിന് കൊടുക്കുന്നില്ല എങ്കിൽ എന്താണ് കാരണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വയ്ക്കുമ്പോൾ അന്ന് സാലിം പറഞ്ഞത് ശരി, ഇതൊരു ചരിത്രപ്രധാനമായ വിധിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് കൂടി ബാധകമാണ് സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന, സംസ്ഥാന നിയമസഭ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അടങ്ങുന്ന ഒരു സഭ, ജനങ്ങളുടെ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു സഭ, അത് പാസ്സാക്കുന്ന ഒരു ബില്ല്, അതിന്മേൽ അടയിരിക്കാൻ ഗവർണർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്ക് പോലും അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ജഡ്ജ്മെൻറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഭരണഘടന വിഭാവനം ചെയ്തത്, ഇത് ജനങ്ങളുടെ റിപ്പബ്ലിക്കാണ് എന്നാണ് ഭരണഘടന വിഭാവനം ചെയ്തത്. അതായത് ആത്യന്തികമായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന, എന്താ പറയുക, ജനങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ഭരണക്രമമാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ യഥാർത്ഥ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു സഭ നിശ്ചയിച്ച ഒരു നിയമത്തെ അതിൻ്റെ പേരിൽ അടയിരിക്കാനോ അതിനെ വീറ്റോ ചെയ്യാനോ ഗവർണർക്കും അധികാരമില്ല, രാഷ്ട്രപതിക്കും അധികാരമില്ല. ആ നിലയ്ക്ക് ഇതൊരു വലിയ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റാണ്. 2 ജഡ്ജിമാരേ ഉള്ളൂ, 2 അംഗ ബെഞ്ചാണ്. ജെ ബി പ്രദീവാലയും ആർ മഹാദേവനും ഇവരടങ്ങുന്ന ബെഞ്ചാണ്. ജസ്റ്റിസുമാരായ ജെ ബി പ്രദീവാലയും ആർ മഹാദേവനും അടങ്ങുന്ന ബെഞ്ചാണ്. അവരിതിനു മുമ്പ് സമാനമായ കേസ് ജെ ബി പ്രദീവാല കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിലേക്ക് വരുമ്പോൾ ആ നേരത്തെ കേട്ട കേസിൽ നിന്ന് കുറേ കൂടെ ഈ സംസ്ഥാന എന്താ വെച്ചാൽ ജനങ്ങളുടെ ഒരു അധികാരം എന്ന് പറയുന്നത് കുറേ കൂടെ വിശാലമാണ് എന്ന് സുപ്രീം കോടതി പറയുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജേർണലിസ്റ്റിക് വ്യൂവിൽ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കല്ല. കുറേ കൂടെ അക്കാഡമിക്കായിട്ട് നിയമം പഠിക്കുകയും ഭരണഘടന പഠിക്കുകയും ഭരണഘടനാ വ്യവസ്ഥകൾ പഠിക്കുകയും അതിൻ്റെ ഒരു വിശാലമായ സാധ്യതകൾ മനസ്സിലാക്കുകയും ചെയ്ത മനുഷ്യന്മാർ, അല്ലെങ്കിൽ അത്രയും പഠിച്ച മനുഷ്യന്മാർ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ആ നിലയ്ക്ക് ഇതൊരു പ്രധാനപ്പെട്ട ജഡ്ജ്മെൻ്റാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ ഇന്ന് രാവിലെ ആർലേക്കർ ഒരു അഭിമുഖത്തിൽ ഇത് പറയുന്നത്, അത് എനിക്ക് അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗം വായിച്ചപ്പോൾ തന്നെ ഇത് ശരിയാണല്ലോ, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ലോ എന്ന് തോന്നിപ്പോയി. അതായത് ഭരണഘടനയിൽ ഒരിക്കലും ഒരു ഗവർണർ ഇത്ര സമയം കൊണ്ട് പാസ്സാക്കണമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഇത്ര സമയം കൊണ്ട് തിരിച്ചയക്കണമെന്നോ പറയുന്നില്ല. പിന്നെ സുപ്രീം കോടതി ആരാ ഇത് പറയാൻ? ഇവിടുത്തെ, അതായത് സുപ്രീം കോടതി 3 മാസം സമയം വെക്കുകയാണെങ്കിൽ അത് ഭരണഘടനാ ഭേദഗതി വേണ്ടേ? ഭരണഘടനാ ഭേദഗതി നടത്തേണ്ടത് പാർലമെൻ്റ് അല്ലേ? ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും പാർലമെൻറ്റും ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതിക്ക് എങ്ങനെ ഇതിന് അധികാരം എന്നാണ് ആർലേക്കർ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു മെറിറ്റ് എങ്ങനെയാണ്? അത് ഒറ്റ നോട്ടത്തിൽ അത് ഭയങ്കര മെറിറ്റുള്ളൊരു ചോദ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിയമസഭ പാസ്സാക്കി അയക്കുന്ന ഒരു ബില്ലിന്മേൽ ഗവർണർ എത്ര സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഭരണഘടന പറയുന്ന ആസ് ഏർലി ആസ് പോസിബിൾ എന്നേ പറയുന്നു. ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ എത്രയും വേഗം പറ്റുമോ അത്രയും വേഗം എന്നാണല്ലോ അതിൻ്റെ മലയാളം. അപ്പോൾ അതിനൊരു പരിധി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗവർണർക്ക് എത്രയും വേഗം പറ്റുമോ അത്രയും വേഗം, അല്ലെങ്കിൽ ഗവർണർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അത് വേഗത്തിൽ തീർത്തിട്ട് തീരുമാനം എടുക്കുക. അല്ല, ഗവർണർക്ക് ഇത് പറ്റില്ല എന്നാണെങ്കിൽ വേഗത്തിൽ തിരിച്ചയക്കുക.
അല്ല ഗവർണർക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, രാഷ്ട്രപതിക്കാണ് തീരുമാനം എടുക്കാൻ, ഗവർണർ വേഗത്തിൽ രാഷ്ട്രപതിക്ക് അയക്കുക ആസ് ഏർലി ആസ് പോസിബിൾ എന്നേ പറയുന്നുള്ളൂ. അതിനൊരു വ്യക്തമായ സമയപരിധിയായിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ശരിയാണ്. അപ്പോൾ അതിനൊരു സമയപരിധി നിശ്ചയിക്കുന്നു എന്നാണെങ്കിൽ ഭരണഘടന ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറയുന്നതിന് നിങ്ങൾ 1 മാസത്തിനകം തീരുമാനം എടുക്കണം, മാക്സിമം 3 മാസം വരെയാണ് നിങ്ങളുടെ പരിധി എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ഈ ആസ് ഏർലി ആസ് പോസിബിൾ എന്നതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 1 മാസത്തിനകം തീരുമാനം എടുക്കണം, മാക്സിമം നിങ്ങൾക്ക് 3 മാസത്തിനകം തീരുമാനം എടുക്കാം എന്ന് മാറ്റുന്നു. നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ശരിയാണ്, ഭരണഘടനാ ഭേദഗതി തന്നെയാണ്. ഭരണഘടനയെ സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് ഭേദഗതി ചെയ്തിരിക്കുന്നു എന്ന് ടെക്നിക്കലി നോക്കുമ്പോൾ നമുക്ക് പറയാം. പക്ഷേ സുപ്രീം കോടതി എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പരമോന്നത നീതിപീഠത്തിൻ്റെ പണി എന്താ? സുപ്രീം കോടതിയുടെ യഥാർത്ഥത്തിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്ന പണി ഭരണഘടനയുടെ അനുസരിച്ച് നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും ഭരണഘടനാ വ്യവസ്ഥകളെ വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ പണി. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഇവിടെ സെഷൻസ് കോടതി പാസ്സാക്കുകയും ഹൈക്കോടതി ശരിവെക്കുകയോ തള്ളുകയോ ചെയ്ത ഏതെങ്കിലും ഒരു കേസിൻ്റെ അപ്പീൽ കോടതിയല്ല സുപ്രീം കോടതി. അപ്പീൽ അവർ പരിഗണിക്കുന്നുണ്ട്, അപ്പീൽ പരിഗണിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ഫംഗ്ഷൻ. സുപ്രീം കോടതിയുടെ ഫംഗ്ഷൻ ഭരണഘടനാ വ്യവസ്ഥകളെ നിർവചിക്കുകയും രാജ്യത്ത് പാസ്സാക്കപ്പെടുന്ന നിയമങ്ങൾ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് അവരുടെ പരമോന്നതവും പ്രധാനവുമായിട്ടുള്ള ഉത്തരവാദിത്തം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഭരണഘടനാ വ്യവസ്ഥകളെ വ്യാഖ്യാനിക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് ഭരണഘടന പറയുന്നതിന് നമുക്കൊരു വ്യവസ്ഥ വേണം. ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് ഭരണഘടനയിൽ എഴുതി വയ്ക്കുമ്പോൾ അന്ന് എഴുതി വെച്ച മനുഷ്യന്മാർക്ക് ഒരു ധാരണയുണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന മനുഷ്യന്മാർ ആരൊക്കെയാണ്, അവരെത്ര യുക്തിസഹമായിട്ട് പ്രവർത്തിക്കും, അവർക്ക് ഈ ഭരണഘടനയോട് എത്രമാത്രം കൂറുണ്ടാവും, അവർ രാജ്യത്തെ വ്യവസ്ഥകളെ അട്ടിമറിക്കാനാണോ ശ്രമിക്കുക അതോ സംരക്ഷിക്കാനാണോ ശ്രമിക്കുക. അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്ന മനുഷ്യന്മാരായിരിക്കില്ല ഈ പദവികളിലേക്ക് വരിക എന്നുള്ള ബോധ്യത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മനുഷ്യന്മാർ ആസ് ഏർലി ആസ് പോസിബിൾ എന്നുള്ളൊരു വ്യവസ്ഥ ഗവർണറുടെ കാര്യത്തിൽ എഴുതി ചേർക്കുന്നത്. കുറേ കൂടെ ജനാധിപത്യ ബോധമുള്ള, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ RSSകാരെയും ഹിന്ദു മഹാസഭക്കാരെയും ജനസംഘക്കാരെയും ഇപ്പോഴുള്ള BJPക്കാരെയും മാറ്റി നിർത്തണം. അവരൊന്നും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളല്ല. മാപ്പപേക്ഷ എഴുതി കൊടുത്ത ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ എഴുതി കൊടുത്ത ചരിത്രമേ അവർക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഭരണഘടന എഴുതിയിരിക്കുന്നത്. ഭരണഘടന എഴുതിയ അംഗീകരിച്ച മനുഷ്യന്മാർക്ക് ഇവരൊന്നും അല്ല. കുറേ കൂടെ ജനാധിപത്യ ബോധമുള്ള, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള, പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച് ബോധമുള്ള, ഫെഡറൽ സിസ്റ്റത്തെക്കുറിച്ച് ബോധമുള്ള മനുഷ്യന്മാരായിരിക്കും ഈ സ്ഥാനത്തേക്കൊക്കെ വരിക എന്ന പ്രതീക്ഷയിലാണ് അവർ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് എഴുതി വെക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഇതിനോടൊന്നും ഒരു ബന്ധമില്ലാത്ത, ഇതിനെയൊന്നും അംഗീകരിക്കാത്ത കുറേ മനുഷ്യന്മാർ ഗവർണർമാരായിട്ട് വരികയും അവരുടെ ഭരണത്തിലിരിക്കാത്ത സംസ്ഥാനങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന യുക്തിബോധമുള്ള, നിയമബോധമുള്ള, ഭരണഘടന എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ള ജഡ്ജിമാർ അതിന് ചില വ്യവസ്ഥകളൊക്കെ വയ്ക്കും. അപ്പോൾ ഇത് ഭരണഘടനാ ഭേദഗതിയാണ് അല്ലെങ്കിൽ ഭരണഘടനാ ലംഘനമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ യുക്തിസഹമായ വ്യവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ജഡ്ജി പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നമുക്ക് മുൻകാലത്ത് എന്തെങ്കിലും ഒരു വിവരം ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഫയൽ നോക്കണം, പഴയ പത്രങ്ങൾ നോക്കേണ്ടി വരും, ചിലപ്പോൾ പഴയ കാലത്തെ രേഖകൾ നോക്കേണ്ടി വരും, ഇതൊക്കെ നോക്കേണ്ടി വരും. ഇപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കും. അപ്പോൾ അതുകൊണ്ട് ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി 1 മാസം പോലും കൊടുക്കേണ്ട കാര്യമില്ല, ഒരാഴ്ചക്കകം നിങ്ങൾ ചെയ്യണം എന്നാണ് പറയേണ്ടത്. കാരണം വെച്ചാൽ ഗവർണർമാരായിട്ട് രാജ്ഭവനിലിരിക്കുന്ന മനുഷ്യന്മാർക്ക് ആകെയുള്ള പണി ഇതാ, നിയമസഭ പാസ്സാക്കിയ ബില്ല് പരിശോധിച്ചിട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുക്കുക. വേണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കേണ്ട കാര്യമില്ല, കാരണം നിയമസഭ പാസ്സാക്കിയാൽ ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ള ഒറ്റ പണിയേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാനാണ് ഈ സമയം. അപ്പോൾ അതുകൊണ്ട് ഇത് ഭരണഘടന ഭേദഗതി എന്നുള്ള ടെക്നിക്കലി അത് ശരിയാണ്. രാജേന്ദ്ര അർലേക്കർ പറഞ്ഞ് ടെക്നിക്കലി ശരിയാണ്. പക്ഷേ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ചില കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അത് നടത്തേണ്ടി വരും. അത് ജനാധിപത്യത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. സുപ്രീം കോടതി തമിഴ്നാട് സർക്കാരിൻ്റെമായി ബന്ധപ്പെട്ട ഈ വിധിയിൽ ഡീറ്റെയിൽസ് കിട്ടിയപ്പോഴാണ് നമ്മൾ അതിൽ രാഷ്ട്രപതിക്ക് പോലും സമയം നിർണ്ണയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സുപ്രധാനമായൊരു സംഭവം നമ്മൾ കാണുന്നത്. അതിൽ പറയുന്നത് അതായത് രാഷ്ട്രപതിക്ക് പോലും അബ്സൊല്യൂട്ട് വീറ്റോ പവർ ഇല്ല എന്ന് തന്നെയാണ്. ഇല്ലയെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു പറയാണ്. ശരിയാണ്, നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെ ഇല്ല. പക്ഷേ ആർലേക്കർ അടക്കമുള്ളവർ ഇങ്ങനെ പ്രതികരിക്കുന്നത് നമുക്ക് കാണും. അതായത് സുപ്രീം കോടതി രാഷ്ട്രപതിയുടെ വിഷയത്തിൽ പോലും ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ
സ്കൂളിംഗ് കഴിഞ്ഞ് വരുന്ന ഗവർണർമാർ അവരുടെ ആ ഒരു ഉദ്യമത്തിന് സുപ്രീം കോടതി എതിരാകുന്നുണ്ട് എന്നുള്ളൊരു ഭയത്തിൻ്റെ പുറത്താകുമോ എങ്ങനെ പ്രതികരിക്കുന്നത്? ഡെഫിനറ്റ്ലി ആകണം. കാരണം വെച്ചാൽ മുൻപ് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഗവർണർമാർക്ക് ഈ സമയപരിധി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഗവർണർമാർ ഇത് അനുസരിക്കണം എന്നുള്ള വ്യവസ്ഥയൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ചൊരു ആശങ്ക അതായിരുന്നു, രാഷ്ട്രപതി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഇതേ ചോദ്യം നമ്മളന്ന് ചോദിച്ചത്. അപ്പോൾ അതിനൊരു മറുപടിയായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗവർണർമാർക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾ രാഷ്ട്രപതി കൊണ്ടും രാഷ്ട്രപതിക്ക് പോലും സമയപരിധി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർമാർക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പിലേക്ക് അവരെത്തിയിട്ടുണ്ട്. സോക്കോൾഡ് RSS BJP ഗവർണർമാർ, സോക്കോൾഡ് അല്ല ശരിക്കുള്ള RSS BJP ഗവർണർമാർ അങ്ങനത്തെ ഒരു ട്രാപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് രാജേന്ദ്ര അർലേക്കർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഗവർണർമാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയാണെന്ന് പറയുമ്പോൾ രാഷ്ട്രപതിയുടെ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനിച്ചാലോ അതും ഭരണഘടനാ ഭേദഗതി അല്ലെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവും. അത് ടെക്നിക്കലി അതും ശരിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നേരത്തെ ഇടപെട്ടിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ SR ബൊമ്മൈ കേസ്, SR ബൊമ്മയെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ, കർണാടക സർക്കാരിനെ പിരിച്ചുവിട്ട കേസിൽ ഗവർണർ എടുത്ത തീരുമാനം പുനഃപരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ രാഷ്ട്രപതിയുടെ അധികാരത്തെ കൂടിയാണ് സുപ്രീം കോടതി മറികടക്കുന്നത്. കാരണം ഗവർണർ ഈ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ശുപാർശ കൊടുക്കുന്നു, അത് ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ച് രാഷ്ട്രപതിക്ക് കൊടുത്തിട്ട് രാഷ്ട്രപതി ഉത്തരവിറക്കിയിട്ടാണ് സർക്കാരുകളെ പിരിച്ചുവിടുന്നത്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നു എന്നാണ് പറയുക, അല്ലാതെ ഗവർണർ ഭരണം ഏർപ്പെടുത്തുന്നു എന്നല്ല പറയുക. അപ്പോൾ SR ബൊമ്മൈ കേസിൽ തന്നെ സുപ്രീം കോടതി ഒരു വിധത്തിൽ രാഷ്ട്രപതി എടുക്കുന്ന തീരുമാനത്തിൽ പോലും ഇടപെടാനുള്ള അല്ലെങ്കിൽ അതിനെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് എന്ന് സുപ്രീം കോടതി ഒരു വിധത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞത്. ഗവർണർ എടുക്കുന്ന എല്ലാ തീരുമാനവും അല്ലെങ്കിൽ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു, അതുകൊണ്ട് ഗവർണറുടെ കാര്യമൊക്കെ കഴിഞ്ഞു, രാഷ്ട്രപതിക്ക് എപ്പോൾ ആണെങ്കിലും തീരുമാനിക്കാം, രാഷ്ട്രപതി തീരുമാനം എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെയല്ലല്ലോ ഒരു സിസ്റ്റം ചലിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയല്ല ഒരു സിസ്റ്റം ചലിക്കുന്നുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കാൻ സമയപരിധിയുണ്ട്, അതിനുള്ളിൽ നിങ്ങൾ എടുത്തിരിക്കണം, ഇതാണ് നിങ്ങളുടെ പണി, ഇതാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഒരു കപട ദേശീയ ബോധത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് മേലാണ് സുപ്രീം കോടതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ആർലേക്കറും പറയാൻ ശ്രമിക്കുന്നത്. ആർലേക്കർ അതിനെ കുറച്ചുകൂടെ തന്ത്രപരമായി പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി ആരാണെന്നാണ് ആർലേക്കർ ചോദിക്കുന്നത്. ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാരത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ നിയമിക്കുന്ന ഗവർണർമാർ, ഇതിൽ ഇടപെടാൻ സുപ്രീം കോടതി ആരാണ്, അല്ലെങ്കിൽ അത് ഭരണഘടനാ ഭേദഗതി ആവില്ലേ എന്നാണ് ആർലേക്കർ ചോദിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി കുറെക്കൂടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ജേർണലിസ്റ്റുകൾ തമ്മിൽ സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. ഇത് കുറെക്കൂടെ എന്താ പറയുക, വിശാലമായ ഭരണഘടനാ സാധ്യതകൾ മനസ്സിലാക്കുന്ന, ഭരണഘടനാ സാധ്യതകൾ എങ്ങനെയാണ് പുതിയ ജനാധിപത്യ ഇടം തുറന്നു തരുന്നതെന്ന് വിശകലനം ചെയ്യാൻ കഴിയുന്ന നിയമവിദഗ്ധർ സംസാരിക്കേണ്ട കാര്യമാണ്. ഈ ആർലേക്കർ പറയുന്ന ഒരു കാര്യം, ഇത് കോടതിക്ക് വേണമെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് റെഫറൽ ചെയ്യാമായിരുന്നു എന്നൊക്കെയാണ്. ഈ നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു അപകടം അവിടെ ഉണ്ടെന്നിരിക്കെ, ഈ ഫാസിസ്റ്റ് റെജീം പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രപതി ഗവർണർ ചാനലിലൂടെ അവരുടെ ഒരു മെക്കാനിസം അവിടെ വർക്ക് ചെയ്യാനുള്ള തീരുമാനം മുമ്പേ ഉണ്ട്, അതിന് ഒരു വിലങ്ങ് തടിയായി സുപ്രീം കോടതി അവിടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതിനെ ഈ ഒരു നിയമത്തെ പാർലമെൻറ്റിലൂടെ ചോദ്യം ചെയ്യാൻ ഇനി ഇവർ തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു പാർലമെൻ്ററി ജുഡീഷ്യറി കോൺഫ്ലിക്റ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉടലെടുക്കാൻ സാധ്യതയില്ല. ഇതിലിപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തണമെങ്കിൽ സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാമെന്ന്. അതായത് ഗവർണർമാരുടെ അധികാരം സ്റ്റിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് കുറെ കൂടെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുക. അതിലേക്ക് സർക്കാർ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പാർലമെൻ്ററി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാൻ സർക്കാർ തൽക്കാലം മെനക്കെടും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇൻറ്റേർണലായി തന്നെ BJPക്കുള്ളിൽ നിന്ന് എതിർപ്പ് വരും. ഇതൊരു എന്താ പറയുക, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ മേലിൽ നോമിനേറ്റഡ് കക്ഷി എന്ന് പറയുമ്പോൾ നേരത്തെ പല ഡിസ്കഷനിലും പറഞ്ഞാണ്, പല ആളുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, സ്ഥിരബുദ്ധിയുള്ള ആളുടെ നിയമനം പോലും ആവണമെന്നില്ല ഗവർണറുടെ എന്നുള്ളതുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ നിയമനങ്ങൾക്കും അത് വേണം, അതുപോലും വേണ്ടതില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ നിയന്ത്രണത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ BJPക്കുള്ളിൽ പോലും പ്രശ്നമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിന് ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ഈ ആർലേക്കർ എന്ന് പറഞ്ഞത് ഒരു പക്ഷേ അവരാലോചിച്ചെടുത്തൊരു തീരുമാനത്തിൻ്റെ ബാക്കിയാവും.
അതായത് ഭരണഘടനയിലെ എന്താ പറയുക അവകാശങ്ങൾ, ഭരണഘടന ഭേദഗതിയാണെങ്കിൽ അതിനുള്ള അധികാരം പാർലമെൻറ്റിലാണ്. അതിലേക്കുള്ള കടന്നുകയറ്റം അല്ലേ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോവുകയും ഈ ഇഷ്യൂവിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിടണം എന്ന് ആവശ്യപ്പെടുകയും അതിലേക്ക് പോകുന്നത് വരെ ഇത് നടപ്പാക്കുന്നത് തടയണം, അല്ലെങ്കിൽ ഈ വിധി തടയണം, സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമായിരിക്കും ചിലപ്പോൾ ചെയ്യുക. അതിനൊരു സാധ്യതയുണ്ട്. അങ്ങനെ സ്റ്റേ ചെയ്യപ്പെടുകയാണെങ്കിൽ പിന്നീട് ഈ ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് പരിഗണിച്ച് വിധി വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ വർഷങ്ങളെടുക്കുന്നൊരു പ്രക്രിയയാവും. അപ്പോൾ ആ ഒരു സാധ്യത ചിലപ്പോൾ ഉപയോഗിക്കാനുള്ളൊരു ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്. ഈ ആർലേക്കറുടെ ഇൻ്റർവ്യൂവിൽ എനിക്ക് കൗതുകരമായിട്ട് തോന്നിയ വേറൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നത് കോടതികളുടെ ഉള്ളിൽ ഒരുപാട് കേസുകൾ പെൻഡിങ് ആക്കുന്നില്ലേ, അവർ കോടതി കുറേ കേസുകൾ മാറ്റി വയ്ക്കുന്നില്ലേ, പിന്നീട് പരിഗണിക്കാം, ഞങ്ങൾക്ക് ഇത് പരിശോധിക്കണം അതുകൊണ്ട് പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഗവർണർമാർ ചെയ്യുന്നതെന്ന് ആർലേക്കർ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു എന്താ പറയുക കോമൺ സെൻസ് വെച്ചുകൊണ്ട് ഇങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ കോടതികളുടെ മുമ്പിൽ വരുന്ന കേസുകളുടെ എണ്ണവും രാജ്ഭവനിൽ പരിഗണിക്കേണ്ടി വരുന്ന ബില്ലുകളുടെ എണ്ണവും തമ്മിൽ ഒരു കമ്പാരിസണും ഇല്ല. കോടതികൾക്ക് ചിലപ്പോൾ അത് മാറ്റിവെക്കേണ്ടി വരും. ഒരു ദിവസം 100-150 കേസുകൾ പരിഗണിക്കുന്ന കോടതിയും വർഷത്തിൽ 8 ബില്ല് പരിഗണിക്കുന്ന രാജ്ഭവനും തമ്മിൽ ഒരു കമ്പാരിസണും ഇല്ല. അതുകൊണ്ട് ഗവർണർ ഇത് പരിശോധിക്കാൻ വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്ന ലോജിക്ക് രാജേന്ദ്ര ആർലേക്കർ ദയവായിട്ട് അവതരിപ്പിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഈ സാലിമി പറഞ്ഞ സാധ്യത അവിടെയുണ്ട്. ഗവൺമെൻറ് അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ RSS സംഘപരിവാരം ഇതിലിടപെടാൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണം ആർലേക്കറുടെ ഇൻ്റർവ്യൂവിനെ നമ്മൾ കാണാൻ. തമിഴ്നാട് സർക്കാരും തമിഴ്നാട് ഗവർണറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനിടയിലാണ് സുപ്രീം കോടതി ഇടപെടുന്നത്. പക്ഷേ അതിൽ ഗവർണർ മാത്രമല്ല രാഷ്ട്രപതിയും സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്ന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത് ചരിത്രപരമായ വിധി തന്നെയാണ്. ഇത് ഗവർണർ രാഷ്ട്രപതി മെക്കാനിസത്തിലൂടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ മെരുക്കാൻ ഒരു മെക്കാനിസം വർക്ക് ചെയ്യിപ്പിക്കുന്നവർക്കിടയിൽ ഇത് ഭയം ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ അഭിമുഖത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഇനി പാർലമെൻറ്റിലൂടെ മറ്റെന്തെങ്കിലും നടപടിയെടുത്ത് സുപ്രീം കോടതിയുടെ ഈ വിധിയെ തടയാനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയം നമ്മൾ ഈ ചർച്ചയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.